രാക്കിളികൾ പാടുന്ന താരങ്ങൾ. മിന്നുന്ന കൂരിരുൾ രാവിൽ ഒരത്ഭുത ശുഭജനനം സംഭവിച്ചു. നിരാലംബർക്ക് ആലംബവും പ്രത്യാശയും ഏകാൻ, ലോകവാസികൾക്ക് ശാന്തി പകരാൻ കന്യകയിൽ രാജാതിരാജൻ ജാതം ചെയ്തു. ഈ ശുഭജനനത്തിങ്കൽ സുഖശീതള രാവിൽ ഉണ്ണീശോയ്ക്ക് കാഴ്ചകളർപ്പിക്കാം, സ്തുതി കരയേറ്റാം, ചേർന്നു പാടാം സുഖശീതള തരുവിൽ. ഒരു സുമചാരുതമിഴിയിൽ നലമോഹന മനസ്സിൽ തരു പുതുജീവിതമാനം. സുഖശീതള തനുവിൽ ഒരു സുമചാരുതമിഴിയിൽ നലമോഹന മനസ്സിൽ തരു പുതുജീവിതമാനം. ശുഭജനനം താരങ്ങൾ മിന്നുന്ന രാവിൽ ഈ ലോകവാസികൾക്ക് ആനന്ദമേകാൻ രാജാതിരാജൻ പിറന്നു. ഈ ലോകവാസികൾക്ക് ആനന്ദമേകാൻ രാജാതിരാജൻ പിറന്നു. ഒരു നവനിമിഷം, ഒരു
നവനിമിഷം ഒരു ശുഭജനനം. മണ്ണിൽ രക്ഷകനാ ദൈവത്തിൻ സുതനായി സ്വർഗ്ഗം വിട്ടിറങ്ങി. ദാവീദിൻ വംശജനായി വചനത്തിൻ ഉയിരായി. ദാവീദിൻ വംശജനായി വചനത്തിൻ ഉയിരായി. ഉലകത്തിൻ വഴികാട്ടിയായി വന്ന സുഖശീതളതനുവിൽ ഒരു സുമചാരുത വിളിയിൽ നലമോഹന മനസ്സിൽ ഒരു പുതുജീവിതമാനം. സുഖശീതളതനുവിൽ ഒരു സുമചാരുത വിളിയിൽ നലമോഹന മനസ്സിൽ ഒരു പുതുജീവിതമാനം. ഒരു നവനിമിഷം ഒരു ശുഭജനനം. ചാരേ മാലാഖമാർ പാടി സ്വർഗീയ രാഗങ്ങൾ. ലലലാ 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 താരീ മാലാഖമാർ പാടി സ്വർഗീയ രാഗങ്ങൾ. തൂ മകരന്ദ പൊന്നുടി മഞ്ഞിൽ വെളുതൂകി. അജപാലകരാനന്ദഗീതം മുഴക്കി. അജപാലകരാനന്ദഗീതം മുഴക്കി. സ്നേഹത്തിൻ കതിർസൂര്യൻ താലി തുരുത്തി. സുഖശീതളതനുവിൽ ഒരു സുമചാരുതമിഴിയിൽ നലമോഹന മനസ്സിൽ ഒരു പുതുജീവിതമാനം. സുഖശീതളതനുവിൽ ഒരു സുമചാരുതമിഴിയിൽ നലമോഹന മനസ്സിൽ ഒരു പുതുജീവിതമാനം. ലലലാ 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 ീരോഗവാസികൾക്കാനന്ദമേകാൻ രാജാധിരാജൻ പിറന്നു. ഈ ലോകവാസികൾക്കാനന്ദമേകാൻ രാജാധിരാജൻ പിറന്നു. ഒരു നവനിമിഷം ഒരു ശുഭജനനം. താരങ്ങൾ മിന്നും നലാവിൽ. ആ
ദൈവത്തിൻ്റെ ഏകപുത്രൻ പാരിതിൽ ജാതം ചെയ്തു. ആ ജനനത്തിൽ ഭൂലോകമെങ്ങും സന്തോഷിക്കുന്നു. ഒപ്പം പ്രകൃതിയും ആനന്ദത്തിൽ നിറഞ്ഞോടുന്നു. പൂക്കൾ നൃത്തം ചെയ്യുന്നു. സന്തോഷത്താൽ അവരും ആർക്കുന്നു. ഒപ്പം നമുക്കും പാടാം, ആമ്പൽ പൂവേ നൃത്തം ചെയ്യുവതെന്തേ. വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായിരുന്നു. എല്ലായിടത്തും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശം. പ്രതീക്ഷകളുടെ വസന്തോത്സവമാണ് ക്രിസ്മസ്. പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ നൽകുന്ന വലിയ ദിവസം.
സമൂഹത്തിൻ്റെ താഴേത്തട്ടിൽ കിടന്ന ഏറ്റവും എളിയവർക്ക് പ്രതീക്ഷയുടെ കൂമ്പാരം സമ്മാനിക്കുന്നതാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനായ മനുഷ്യരുടെ ഇടയിൽ പ്രാർത്ഥന. എന്താണ് ഇതിൻ്റെ നന്മ? എന്താണ് ഇതിൻ്റെ പുണ്യം? ഭയമകറും ഭീതി മാറി. അതിന് കാരണം ദൈവം നമ്മോടുകൂടെ എന്നതാണ്. ഇമ്മാനുവേലായി ദൈവം എന്നും നമ്മോടുകൂടെ. ദുർബലരെ അരികുകളിലേക്ക് വകഞ്ഞു മാറ്റിയ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കൊട്ടാരവും നഗരവും അതിൻ്റെ കെട്ടുകാഴ്ചകളും ഇവിടെ ഇതാ കാലിത്തൊഴുത്തിൻ്റെ നിലമയിൽ സ്തംഭിച്ചു നിൽക്കുന്നു. അതുപോലെ വരമ്പുകളിൽ നിന്ന മനുഷ്യൻ മറ്റു ജീവജാലങ്ങളും ദിവ്യശിശുവിൻ്റെ പിറവിക്ക് മുന്നണി സാക്ഷികളായി തീർന്നു. ക്രിസ്മസ് കേവലം ഒരു ആഘോഷമല്ല. ക്രിസ്മസിനെ കേവലം ഒരു ആഘോഷമായി പരിമിതപ്പെടുത്തുവാനും സാധ്യമല്ല. ക്രിസ്മസ് കേവലം ഒരു ജന്മദിനമല്ല, അതൊരു ജീവിത ശൈലിയുടെ ആഘോഷമാണ്. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നവീന ശൈലി. ആശയത്തിലൂടെ ആശയായി ആ ശൈലിയിൽ ലാളിത്യമുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്, കടലോളവും കാരുണ്യമുണ്ട്. ഇത് എന്നും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ക്രിസ്മസ് ബന്ധങ്ങളുടേതാണ്, അടുപ്പത്തിൻ്റെതാണ്. അടുപ്പമില്ലാതെ, ബന്ധമില്ലാതെ ക്രിസ്മസിനെ കുറിച്ച് ഘോരഘോരം പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ദൈവം മനുഷ്യരെ തേടി വന്നു, അടുപ്പം സൂക്ഷിച്ചു, അകലവും ആവോളവും ഇല്ലാതെയാക്കി. ഇന്ന് അകലുന്ന ലോകത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അകലുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണമില്ലാതെ അകലാൻ വെക്കുന്ന ഒരു സമൂഹത്തിൽ ആവോളവും അടുപ്പം സൂക്ഷിക്കുവാൻ ക്രിസ്മസ് നമ്മെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് ആധുനിക ലോകത്തിന് ഈ അടുപ്പത്തിൻ്റെ, ബന്ധത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസിന് നൽകുവാനുള്ളത്. ഈ അടുപ്പത്തിലൂടെ എന്താണ് സാധിക്കുന്നത്? ഭയം അകലുന്നു, ഭീതി അകലുന്നു. ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ്, ഒരു ശബ്ദമാണ് ഭയപ്പെടേണ്ട എന്നത്. ദൂതന്മാർ അത് കേട്ടു, കന്യാകുമാരി അത് കേട്ടു, ആട്ടിടയർ അത് കേട്ടു. ഭയപ്പെടേണ്ട, എല്ലാ ഭയവും അകറ്റുന്ന ദൈവസാന്നിധ്യം
അനുഭവിക്കുവാൻ ഈ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുക. ക്രിസ്മസ് പങ്കുവയ്ക്കലിൻ്റെതാണ്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയുമായി അഥവാ ഈ ലോകവുമായി പങ്കുവച്ചു. ഈ പങ്കുവയ്ക്കൽ ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവം. ഷെയറിംഗ്, കെയറിംഗ്, ലവിംഗ് ഗോഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. ആ ദൈവത്തിന്റെ സ്നേഹമാണ്, ആ ദൈവത്തിന്റെ കരുതലാണ്, ആ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ പുണ്യ ശിശുവിലൂടെ ലോകത്തിന് ലഭിച്ചത് എന്ന് ഓർക്കണം. നാം നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ സമയങ്ങൾ മറ്റും പങ്കുവയ്ക്കുവാൻ മനസ്സ് വയ്ക്കുന്നതിലൂടെ മാത്രമേ ഈ പുണ്യ ശിശുവിന്റെ സ്വഭാവത്തോട് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തോട് നീതി പുലർത്തുവാനായിട്ട് സാധ്യമാകുന്നു. ആർക്കും ഒടുക്കിക്കളയുവാൻ കഴിയാത്തതായ പ്രകാശമാണ്, കെടുത്തിക്കളയാൻ കഴിയാത്തതായ പ്രകാശമാണ് ഈ ക്രിസ്തു. ഇരുണ്ട ഒരു ലോകത്തിൽ ആ ഇരുളിനെ, ആ തമസിനെ അകറ്റുവാൻ ഉയരത്തിൽ നിന്ന് ഉദയം സന്ദർശിച്ചതായിട്ടുള്ള അനുഭവം. പ്രകാശം ജീവനെ നൽകുക, ഇരുട്ട് മരണത്തെ സമ്മാനിക്കുക. ഒരുപക്ഷെ അങ്ങനെ മരണം തളർക്കെട്ടിയതായ ലോകമുഖത്ത് പ്രകാശം ജീവനെയാണ് ഉദ്ഘോഷിക്കുന്നത്, ജീവനെയാണ് വരവേൽക്കുന്നത്. അതുകൊണ്ട് ഈ ശിശു നമ്മളോട് ആവശ്യപ്പെടുന്നത് ജീവന്റെ പക്ഷത്ത് നിൽക്കുക, ജീവനെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് മരണകരമായ സംസ്കാരം നമ്മുടെ വീട്ടിൽ വളരുകയാണ്. ഈ മരണത്തിന് ഓശാന പാടുന്നവരായി നാം തീരുന്നു. അതോ ജീവൻ ഓശാന പാടുന്നവരായി ജീവനെ എല്ലായ്പ്പോഴും പ്രചോദിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. ക്രിസ്മസിന്റെ സന്ദേശം വലിയ സന്തോഷം. ക്രിസ്മസിന്റെ സന്ദേശം വലിയ സന്തോഷം. അതിന് കാരണം ദൈവം നമ്മോടുകൂടെ എന്നു, ദൈവം മനുഷ്യനായി എന്നതുമാണ്. എന്തിനാണ് ദൈവം മനുഷ്യനായത്? നമ്മെ ദൈവോന്മുഖനാക്കുവാനായിട്ടാണ്. ഇന്ന് ഒത്തിരിയും ആശങ്കകൾ, ഒത്തിരിയും വേദനകൾ, ഒത്തിരിയും സങ്കീർണതകൾ ശക്തി പ്രാപിക്കുന്ന ലോകത്ത് ഭയം വെടിഞ്ഞ്, ഭീതി അകന്ന്, അടുപ്പം സൂക്ഷിച്ച്, അകലം കുറച്ച്, സ്നേഹം പകർന്ന് ജീവിക്കുവാൻ നമുക്കൊക്കെ സാധിക്കും. ഇന്ന് പല മൂടുപടങ്ങളും അണിഞ്ഞുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു വിഷയം നാം കാണുകയാണ്. എന്നാൽ ഈ മൂടുപടങ്ങളൊക്കെ അടിച്ചു വെച്ച്, ഈ പൊയ്മുഖങ്ങളൊക്കെ ഈ മുഖംമൂടികളൊക്കെ അഴിച്ചു വെച്ച് ക്രിസ്മസ് അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ സത്തയും ആചരിക്കാൻ, ആഘോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ശത്രുക്കൾക്ക് പോലും സൗഹൃദം പകരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ക്രിസ്തു. അവിടുന്ന് അതാണ് ആഘോഷിച്ചത്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. ഈ ഒരു വർഷത്തെ ക്രിസ്മസ് ഒരു പക്ഷേ പ്രത്യേകമായ സാഹചര്യത്തിലാണ് നാം ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. ആഘോഷങ്ങൾക്കൊക്കെ ഒരു പക്ഷേ പരിമിതിയുണ്ട്. ഈ കോവിഡ് 19 പശ്ചാത്തലത്തിൽ ആൺകൂട്ടവും കൂടിവരവും ആരാധനയും ആഘോഷവും ഒക്കെ നിയന്ത്രണങ്ങളുടെ നടുവിലാണ്.
ഇപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇതിനെല്ലാം ക്രിസ്മസിനെ ഒരു ആഘോഷമാക്കി പരിമിതപ്പെടുത്തുന്നതിനുപരി അതിൻ്റെ സത്യയിൽ ക്രിസ്മസിനെ വരവേൽക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നാം ആയിരിക്കുന്ന ഇടം സമാധാനത്തിൻ്റെ ഇടമാകണം. നാം ജീവിക്കുന്ന ഇടം കരുതലിൻ്റെ ഇടമാകണം. നാം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ പങ്കുവയ്ക്കലിൻ്റെ ആകണം. ഒരു ക്രിസ്മസ് കൂടെ നമ്മെ പിന്നിടാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് എന്ത് പ്രചോദനമാണ്, പ്രേരണയാണ് ലഭിക്കുന്നത്? ഒന്നുകൂടെ വിനയപ്പെടാൻ, ഒന്നുകൂടെ ചെറുതാകാൻ, ഒന്നുകൂടെ ദൈവേഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഒന്നുകൂടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അഭിമുഖീകരിച്ച് ഈ ജീവിതം അർത്ഥവത്താക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നാം ആയിരിക്കുന്ന പ്രകാശമാനമാകും. ബന്ധങ്ങളുടെ വിതരണം അവിടെ ഉണ്ടാകും. പങ്കുവയ്ക്കലിൻ്റെ ആത്മാർത്ഥമായ ആനന്ദവും അവിടെ ലഭിക്കുവാൻ സാധിക്കും. കരോൾഗാനങ്ങളെല്ലാം ഈ സമാധാനത്തിൻ്റെ സന്ദേശമാണ്, ഈ ആനന്ദത്തിൻ്റെ സന്ദേശമാണ്, ഈ ജീവന്റെ സന്ദേശമാണ് നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മുടെ ഗായകസംഘം ആ വിധത്തിൽ മനോഹരമായ ഗാനങ്ങൾ പാടി അവതരിപ്പിക്കും. അതിൻ്റെ ഉള്ളിടക്ക്, അതിൻ്റെ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ലോകപരമായ വെല്ലുവിളികളെ, പുതിയ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ക്രിസ്തീയ സഭ അവിടെയെല്ലാം ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടെ എന്ന് പറയുവാൻ, ഇതിനെല്ലാം ഒരു പുതിയ ആരംഭമുണ്ട് എന്ന് പറയുവാൻ സാധിക്കുന്നതാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ജീവിതത്തിൽ പരിമിതമായിട്ടെങ്കിലും ആചരിക്കുന്നതിനും അതിൻ്റെ ഭാഗമാകുന്നതിനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള ക്രിസ്മസും പ്രതീക്ഷാപരമായ ഒരു പുതുവർഷവും എല്ലാവർക്കും ആശംസിക്കുകയാണ്. നല്ല സ്നേഹിതരായ, നല്ല കൂട്ടാളികളായ, നല്ല അയൽക്കാരായ, സ്നേഹത്തിൻ്റെ നിർമ്മിതിയിൽ, സ്നേഹത്തിൻ്റെ സമൂഹം കെട്ടുപടി ചെയ്യുന്നതിൽ നമുക്കൊക്കെ അണിചേരാം. ക്രിസ്മസ് എന്ന് നമുക്ക് ആഹാരം നൽകുന്നു. ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ഭാവങ്ങളും സന്തോഷവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ, ഭൂമിയിൽ സൗരഭ്യം ഏകുവാൻ, കൂരിരുൾ മാറ്റി പ്രകാശം പരത്തുവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് സമ്മാനിച്ചു. ക്രിസ്തുജനനത്തിൻ്റെ സന്തോഷത്തിൽ ഏഴകളാം ഞങ്ങളും കൈതൊഴുന്നു. സ്വർഗീയ മാലാഖമാരോടൊപ്പം നമുക്കും വാഴ്ത്തിപ്പാടാം. പാരിതിൽ വന്നതാം.
അങ്ങു ദൂരെ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജാതനായ പാരിൻ്റെ ജീവനായ നാഥനെ നോക്കി താരഗണങ്ങൾ കൺചിമ്മി. ഭൂവിൻ്റെ രക്ഷകനായ ആ പൊൻതാരകം പതിയെ മിഴികൾ തുറന്നു. ആ ദേവദൂത നിരകളോടൊപ്പം നമുക്കും പാടാം ആ നീലരാവിൽ തെളിയും എന്ന മനോഹരമായ ഗാനം.
നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രതീക്ഷയായി, വെളിച്ചമായി, സ്നേഹമായി, കരുതലായി ഞങ്ങളുടെ മധ്യയെ വന്നു ജനിച്ച് ഞങ്ങളുടെ മധ്യയെ വളർന്ന് ഞങ്ങളുടെ മധ്യയെ പ്രവർത്തിച്ച സ്നേഹത്തിൻ്റെ ഉടമേ, ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും അങ്ങയുടെ ജീവിത മാതൃകയോട് നീതി പുലർത്തുവാൻ മനസ്സ് തന്നവൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇരളിനെ അകറ്റിയവൻ പ്രകാശത്തെ പുലുകിയവനുമാകുന്നു. പ്രകാശമായി ഭവിപ്പാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടവരുമാകുന്നു. ദൈവമേ, ഈ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ചുറ്റുവട്ടത്തിന് പ്രദാനം ചെയ്യുവാൻ ഞങ്ങളെ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ ലോകം ഒത്തിരി വേദനകളിലൂടെ, ഒത്തിരി ഭയപ്പാടിലൂടെ കടന്നു പോകുന്നു. അവിടെ ഭയപ്പെടേണ്ട നാമത്തെ ശബ്ദം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം സകല ഭീതിയും ഞങ്ങളിൽ നിന്ന് അകറ്റുന്നതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒത്തിരി വരികയും ഒത്തിരി അനർത്ഥങ്ങളിലും ഒത്തിരി ഇല്ലായ്മകളിലും ആയിരിക്കുന്ന എല്ലാവരോടും അവിടുന്ന് താതാത്മ്യപ്പെട്ടവരാകാൻ സ്തോത്രം ചെയ്യുന്നു. അവർക്കെല്ലാം പുതിയ പ്രഭാതത്തിൻ്റെ പുലരി അവിടുന്ന് പകരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും സ്നേഹത്തിൻ്റെയും നന്മയുടെയും നീതിയുടെയും പ്രകാശത്തിൻ്റെയും പ്രയോക്താക്കളാക്കി ഞങ്ങൾ വസിക്കുന്ന ചുറ്റുവട്ടത്തെ പ്രസരിപ്പുള്ളതാക്കുവാൻ, ജീവസറ്റതാക്കുവാൻ, സജീവമാക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും എന്നും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ കടന്നു പോകുന്ന വഴിത്താരെ ഞങ്ങൾക്ക് മുമ്പേ അവിടെ കടന്നു പോകുന്നവരാകിയാലും സ്തോത്രം. തുടർന്ന് ഞങ്ങളുടെ ജീവിത വഴിക്ക് അവിടുന്ന് മാർഗദീപമായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രിയക ദൈവത്തിൻ്റെ കൃപയും കരുതലും സഹായവും സാന്നിധ്യവും ആലോചനയും നമ്മുടെ ജീവിത വഴികളിൽ തുടർന്നും നമുക്ക് തുണയായി